ദേശീയപാത വികസനം പുരോഗമിക്കുന്നതോടെ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി. വിവിധ ഭാഗങ്ങളിൽ മണ്ണും വലിയ പാറക്കെട്ടുകളും റോഡിലേക്ക് പതിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊട്ടിച്ചിട്ട പാറക്കെട്ടുകളും മഴയിൽ ഇളകി അപകട ഭീഷണി ഉയർത്തുന്നതാണെന്നും റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്നുമാണ് നാട്ടുകാരുടെ പരാതി. ഗ്യാപ് റോഡിന് സമാനമായ സാഹചര്യം ഇവിടെയും ഉണ്ടായേക്കുമെന്ന ആശങ്കയിലാണ് യാത്രക്കാർ. കനത്ത മഴ തുടരുന്നതിനിടെ മണ്ണും വലിയ പാറക്കെട്ടുകളും റോഡിലേക്ക് പതിക്കുന്ന സാഹചര്യമാണുള്ളത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും വലിയ പാറക്കെട്ടുകൾ പൊട്ടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇവയിൽ പലതും ഇപ്പോഴും മലഞ്ചെരുവുകളിൽ അപകടാവസ്ഥയിൽ തുടരുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. മഴ ശക്തമാകുന്നതോടെ ഇളകിയ പാറക്കെട്ടുകൾ ഏതു നിമിഷവും റോഡിലേക്ക് പതിക്കാമെന്ന ആശങ്കയും ശക്തമാണ്. അടിമാലി കല്ലാറിന് സമീപം 60 മൈൽ മേഖലയിലും സ്ഥിതി ഗുരുതരം. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ സമീപത്തെ ദേവാലയവും അപകട ഭീഷണിയിലാണ്. പലയിടങ്ങളിലും മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും റോഡരികിലേക്ക് വീണുകിടക്കുകയാണ്. അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണമാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇപ്പോൾ 60 മൈലിലെ പള്ളിയുടെ സൈഡിൽ യുവാൻ എന്ന് പറഞ്ഞ ചർച്ചിന് ഫ്രണ്ട് സൈഡിൽ അശാസ്ത്രീയമായി പണിതേക്കുന്ന വൻമതിൽ പോലെയുള്ള സൈഡ് ഭിത്തി ഒലിച്ചു പോയിരിക്കുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലായിട്ടും മണ്ണെടുത്ത് വെച്ചേക്കുന്ന ഇരു സൈഡിലും പാറ പൊട്ടിക്കുന്നതും മണ്ണെടുത്ത് മാറ്റുന്നതും വലിയ അപകടം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ഇപ്പോൾ ഈ പണി നിർത്തിവെച്ച് ഇതിന്റെ ഈ മണ്ണെടുക്കുന്നതിൽ കുറച്ചും കൂടെ പഠനം നടത്തി വേണം പല സ്ഥലങ്ങളിലും മണ്ണും പാറ പൊട്ടിക്കലും നടക്കാൻ. ഇല്ലെങ്കിൽ ഗ്യാപ് റോഡിന് സമാനമായി ഒരു ചെറിയ മഴ വന്നാൽ പോലും ഈ റോഡ് അടച്ചിടേണ്ട ദേശീയപാതയുടെ വികസനം തന്നെ മുടിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. മഴക്കാലത്ത് മലയിടിച്ചിലും പാറപൊട്ടലും രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് സുരക്ഷാ പരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗ്യാപ് റോഡിന് സമാനമായ ദുരന്ത സാഹചര്യം ഇവിടെയും ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്നവരും പ്രദേശവാസികളും. ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണം മൂലം വ്യാപക മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇതോടെ ദേശീയപാതയോരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ വലിയ ആശങ്കയിലാണ്. ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.